BCK ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക പറിക്കുകയാണ്. അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് ഇനമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കോഴ എന്ന് പറഞ്ഞ ഗവേഷണ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ അതിൻ്റെ പേര് പറഞ്ഞുതരാം ഏത് ഇനമാണ്. ഇപ്പോൾ ഈ കോവയ്ക്ക എന്ന് കയറി പറിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കയറ്റി വിട്ടിരിക്കുന്ന കോവൽ മൊത്തം പാഷൻ ഫ്രൂട്ട് പന്തലയിലാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ഗുണം കിട്ടും. പാഷൻ ഫ്രൂട്ടും കിട്ടും, കോവയ്ക്കായും പറിക്കാം. കോവയ്ക്കയ്ക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. നല്ല നേഴ്സറിയിൽ നിന്ന് കോവൽ മേടിച്ച് നടുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് കൊടുക്കാനും പറ്റും. ഈ രീതിയിൽ ഒന്ന് കൃഷി ചെയ്യുക. ഇതിൻ്റെ ഇനമാണെന്നുള്ളതിൻ്റെ പേര് ഞാനിപ്പം പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോവൽ പല ഇനമുണ്ട്. ഇതിപ്പോൾ നമ്മൾ വിളവെടുത്തിരിക്കുകയാണ്. സുലഭ എന്നാണ് ഈ ഒരു കോവലിൻ്റെ പേര്. വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചതാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇനമാണ് കേട്ടോ. പക്ഷേ ഇത് വലിപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റബിളാണ്. നമുക്കിത് വാട്ടി ഉണക്കാൻ കൊള്ളും. അതുപോലെ കറി വെച്ചാലും തോരൻ വെച്ചാലും മെഴുക്ക് വെട്ടിയാലും നല്ല ടേസ്റ്റബിളായിട്ടുള്ള സാധനമാണ്. അർക്ക നീരാഞ്ചൽ എന്ന് പറയുന്ന ഈ ഇനം മാക്സിമം ഉള്ളവർ കൃഷി ചെയ്യുക. നമ്മളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ട്, തണ്ടുണ്ട്, നട്ട് പിടിപ്പിക്കുക. നമുക്ക് വീട്ടിലെ ആവശ്യത്തിനും വിൽക്കാനും പറ്റുന്ന ഇനമാണ്. നല്ല വിളവുള്ളതാണ്. ജൈവ രീതിയിലും കുറച്ച് രാസവളമൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിനും വേപ്പിണ്ണാക്ക്, എല്ലുപൊടി ഒക്കെ ഇട്ട് ചാണകപ്പൊടിയൊക്കെ ഇടുമ്പോഴത്തേനും നല്ല വിളവ് ലഭിക്കുന്ന ഇനമാണ്. ഓക്കെ, താങ്ക് യു.